അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മളൊരു വെട്ട് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം. ഒരു ബൗളിൽ 1 കപ്പ് റവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 2 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. 1 കപ്പ് റവക്ക് 2 കപ്പ് മൈദയാണ് വേണ്ടത്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് കൈവച്ച് മിക്സ് ചെയ്തെടുക്കാം. ഒരു മിക്സിയുടെ ജാറിലേക്ക് 1/4 കപ്പ് പഞ്ചസാര, ഒരു 6 ഏലക്കയും കൂടി നമുക്കൊന്ന് പൊടിച്ചെടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 4 കോഴിമുട്ട മിക്സിയുടെ ബൗളിലൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് വെച്ച് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് എല്ലാ ഭാഗത്തും നന്നായി കുഴച്ച് പിടിപ്പിക്കാം. ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ ഒന്നും ചേർത്ത് കൊടുക്കണ്ട. അല്ലാതെ തന്നെ നമുക്ക് പെർഫെക്റ്റായിട്ട് നല്ല റവയുടെ വെട്ട് കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മളെ ഡോ സെറ്റായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കാം. ഇനി ഒരു പാത്രത്തിൽ വട്ടത്തിലുള്ള പ്ലേറ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലൊന്ന് നെയ്യ് തടവി കൊടുത്തതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച ഡോ 2 പകുതിയാക്കിയിട്ട് അതിലൊരു പകുതി നമുക്കിതിൽ വെച്ചിട്ടൊന്ന് പരത്തിയെടുക്കാം. ഒരേ തിക്നെസ്സിൽ നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. അത്യാവശ്യം കട്ടിയിൽ വേണം നമ്മൾ പരത്തിയെടുക്കാൻ. നല്ല തിന്നായി പോകരുത്. കുറച്ച് കട്ടിയുള്ള ഇതായിട്ട് വേണം ഒന്ന് പരത്തിയെടുക്കാൻ. നമ്മളെ പ്ലേറ്റിൽ നമ്മളത് നന്നായി പരത്തിയെടുത്തിട്ടുണ്ട്. കുഴലൊന്നും വേണ്ട, ചപ്പാത്തി പലകൊന്നും വേണ്ട. നമുക്കിതുപോലെ പ്ലേറ്റിൽ പരത്തി കൊടുത്താൽ അടിപൊളിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. നമുക്കിതൊന്ന് കത്തി വെച്ച് കട്ട് ചെയ്തെടുക്കാം. ഡയമണ്ട് ഷേപ്പിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നമുക്കിതൊന്നൊരു പീസ് എടുത്തിട്ട് സൈഡ് ഭാഗമൊക്കെ ഒന്ന് വൃത്തിക്ക് ഒന്ന് കത്തി വെച്ചിട്ടൊന്ന് റെഡിയാക്കി എടുക്കാം. ഇതിൻ്റെ ഒരു തിക്നെസ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുന്നുണ്ടാവും. ഇനി ഇതിൻ്റെ നടുവേ നമുക്കൊന്ന് ഒരു 1/4 ഭാഗം വരെ ഒന്ന് പൊളിച്ചു കൊടുക്കാം കത്തി വെച്ചിട്ട്. ഇതുപോലെ എല്ലാ പീസുകളും നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. സ്നാക്സ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് വറുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് നമ്മൾ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിലാണ് ഫ്ലെയിം വെച്ചിട്ടുള്ളത്. ഒരുപാട് കൂട്ടി വെക്കരുത് ഫ്ലെയിം. നമുക്ക് ഓരോന്നായിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. വടയെ നമ്മൾ ഇളക്കി കൊടുക്കരുത്. സാവധാനം എണ്ണയിൽ ചെറിയ ഫ്ലെയിമിൽ കിടന്നിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ആയി കിട്ടണം. ഫ്ലെയിം കൂട്ടി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പുറം ഭാഗം നല്ല കളറായി പോകും, ഉൾഭാഗം വെന്തിട്ടുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും ലോ ഫ്ലെയിമിൽ വേണം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാൻ. കുറച്ച് സമയം എടുക്കും നമുക്ക് ഫ്രൈ ആയി കിട്ടാൻ. പക്ഷെ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് പെർഫെക്റ്റായിട്ട് കിട്ടില്ല.
വെന്ത് എണ്ണയുടെ മുകളിലേക്ക് പൊന്തി വന്നിട്ടുണ്ട്. നല്ലൊരു ഗോൾഡൻ കളറായി കിട്ടിയിട്ടുണ്ട്. നമുക്കിത് വറുത്ത് കോരാം, കോരി മാറ്റാം. നമ്മുടെ സ്നാക്സ് റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയതാണ്. കുറഞ്ഞ ഇൻഗ്രീഡിയൻറ്റ് മാത്രം മതി. പെർഫെക്റ്റായിട്ട് ചെയ്തെടുക്കാനും പറ്റും. വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.